So next key elements of organization structure to consider in technology management are the centralized versus the decentralized. Structure of organization can be either decentralized or decentralized. ഒരു centralized structure decision making power ആണ് കൂടുതൽ കൊടുക്കുക in the hands of few individuals, while the decentralized structure allows for more decision making power to be distributed throughout the organization. കുറച്ച് ആൾക്കാരുടെ കയ്യിൽ ഡിസിഷൻ മേക്കിംഗ് പവർ കൊടുക്കുന്നതാണ് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ. പക്ഷെ ഡീസെൻട്രലൈസ്ഡ് സ്ട്രക്ചറിൽ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് പവർ കൂടുതലും ഓർഗനൈസേഷനിൽ ഫുള്ളായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് എന്ത് ഡീസെൻട്രലൈസ്ഡ് സ്ട്രക്ചർ. പിന്നുള്ളത് ഹയർക്കിയൽ വേഴ്സസ് ഫ്ലാറ്റ്. ഹയർക്കിയൽ സ്ട്രക്ചറിൽ നമ്മൾ ക്ലിയർ ചെയ്യുന്ന കമ്പനി ഡിസിഷൻസ് നമ്മൾ ടോപ്പ് ലെവലിൽ ഉണ്ടാക്കും, അവരെടുക്കും, എന്നിട്ട് അടിയിലേക്ക് എക്സിക്യൂട്ട് ചെയ്ത് കൊണ്ടുവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വഴി. ഫ്ലാറ്റ് സ്ട്രക്ചറിൽ ലെസ് ഫോർമലൈസ്ഡ് ലെവൽസ് ഓഫ് അതോറിറ്റി ഡിസിഷൻ മേക്കിംഗ് കൂടുതലും ഡീസെൻട്രലൈസ് എന്ന് വെച്ചാൽ എല്ലാവരും അല്ലെങ്കിൽ ഓർഗനൈസേഷൻ മിക്ക ആൾക്കാരും ചേർന്നിട്ടാണ് എടുക്കുന്നത്. അതാണ് ഫ്ലാറ്റ് സ്ട്രക്ചർ, നമ്മൾ മുമ്പ് നോക്കിയതാണ്. അടുത്ത മാട്രിക്സ് സ്ട്രക്ചർ കമ്പൈൻസ് എലമെന്റ്സ് ഓഫ് സെൻട്രലൈസ്ഡ് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള എലമെന്റ്സ് കമ്പൈൻ ചെയ്തിട്ട് ഒരു ക്രോസ് ഫങ്ഷൻ ടീം പോലെ നമുക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് ക്രോസ് ഫങ്ഷണൽ ടീംസ്. എംപ്ലോയീസ് നമുക്ക് വീണ്ടും കുറേ ആൾക്കാരുടെ പോയില്ല റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ കൂടുതൽ ഫ്ലെക്സിബിൾ അപ്പോൾ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള കൊളാബറേഷൻ അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഡിവിഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി, പിന്നെ അവർ ഡിസിഷൻ എടുക്കുന്നത് ആരാണ് റെസ്പോൺസിബിൾ ആവണമെന്ന് നോക്കുക. ആൻഡ് ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇൻഷുറിംഗ് ടെക്നോളജീസ് ഇൻറ്റഗ്രേറ്റ് ഇൻ ടു ബിസിനസ്സിലേക്ക് ഇൻറ്റഗ്രേറ്റ് ആവുന്നുണ്ടെന്ന് ആരാണ് എൻഷുർ ചെയ്യണമെന്ന് ഉള്ളൊരു റെസ്പോൺസിബിലിറ്റി എടുക്കുന്നതാണ് ഡിവിഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി. പിന്നെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് എൻ IT firm. ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഇൻ IT firm. Project based structure, technical and business units, cross functional teams, matrix structure, centralized and decentralized. ഇതാണ് വരുന്നത്. സോ പിന്നെ അടുത്തത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇൻ R&D ആൻഡ് ഇന്നോവേഷൻ. അട്രാക്റ്റിംഗ് ആൻഡ് റീറ്റെയിനിങ് ടാലന്റ്, മാനേജിംഗ് പ്രൊജക്ട് ടീംസ്, മോട്ടിവേറ്റിംഗ് എംപ്ലോയീസ്, സപ്പോർട്ടിംഗ് കണ്ടിന്യൂസ് ലേണിംഗ്, മെയിൻറ്റെയിനിങ് വർക്ക് ലൈഫ് ബാലൻസ്. അട്രാക്റ്റിംഗ് ആൻഡ് റീറ്റെയിനിങ് ടാലന്റ് അതൊരു മേജർ ചാലഞ്ചാണ് R&D ഓർഗനൈസേഷനിൽ. കാരണം എന്താ വെച്ചാൽ സ്കിൽഡ് ആയിട്ടുള്ള റിസർച്ചേഴ്സ് വേണം. അല്ലാത്ത പക്ഷം നമുക്കത് വെറുതെ കുറേ ആൾക്കാർ കിട്ടിയിട്ട് നമുക്കൊരു കാര്യമില്ല. ആൻഡ് എൻജിനീയർസ് ഈസ് ഹൈ ആൻഡ് കോമ്പറ്റീഷൻ ഫോർ ടാലന്റ് ഈസ് ഇന്ത്യൻസ്. അപ്പോൾ ടാലന്റിനുള്ള കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്, നമുക്കറിയാം. അപ്പോൾ നമുക്കറിയണ കേസ് തന്നെയാണ് ഇത്. കാരണം എന്ന് വെച്ചാൽ നമുക്കും കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. ഇപ്പോൾ എഞ്ചിനീയറിൻ്റെ ഒരു കാര്യം ആലോചിച്ച് നോക്കിയാൽ തന്നെ ഇപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് സിമ്പിളാണ് അങ്ങനെയാണ് നമുക്ക് പാസ്സായത് മാത്രം പോയാൽ മാത്രം കാരണം, പക്ഷെ അങ്ങനെയല്ല. വേൾഡ് അങ്ങനെയല്ല, ശരിക്കും ടഫാണ് കുറച്ച്. ദേ ഹാവ് ടു ഓഫർ കോമ്പറ്റീറ്റീവ് സാലറീസ് ആൻഡ് ബെനിഫിറ്റ്സ്. കുറേ അങ്ങനെ കൊടുക്കേണ്ടി വരും. പിന്നെ അപ്പോൾ തന്നെ സപ്പോർട്ടീവ് പിന്നെ ചാലഞ്ച് ആയിട്ടുള്ള ഒരു വർക്ക് എൻവയോൺമെൻറ്റ് ആയിരിക്കും അവിടെ കൊടുക്കുക. പിന്നെ ടോപ്പ് ടാലൻറ്റ് എപ്പോഴും റീറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. സോ അങ്ങനെ ഒരു അട്രാക്റ്റിംഗ് റീറ്റെയിനിങ് ഓഫ് ടാലൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഇൻ R&D ഇന്നോവേഷൻസിൽ. അടുത്തത് മാനേജിംഗ് പ്രൊജക്ട് ടീംസ്. R&D ഓർഗനൈസേഷൻ ഓഫൻ നീഡ് ടു മാനേജ് ലാർജ് ആൻഡ് കോംപ്ലക്സ് പ്രൊജക്ട് ടീംസ് composed of individuals with diverse skills and background and personalities. അറിയാവുന്ന കേസ് തന്നെയാണ്. പിന്നെ മോട്ടിവേറ്റിംഗ് എംപ്ലോയീസിനെ നമ്മളെപ്പോഴും മോട്ടിവേറ്റ് ചെയ്ത് നിർത്തണം. അപ്പോഴാണ് കാര്യങ്ങൾ നല്ല രീതിയിൽ എൻഗേജ് ചെയ്തും പ്രൊഡക്റ്റീവായിട്ട് പോകുള്ളൂ. സപ്പോർട്ടിങ് കണ്ടിന്യൂസ് ലേണിംഗ്, പിന്നെ എപ്പോഴും അപ്ഡേറ്റ് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന എന്തെങ്കിലുമൊക്കെ ഡെവലപ്മെൻറ്റ് അനുസരിച്ച് നമ്മളെപ്പോഴും അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവണം, ആ ഫീൽഡിനെ കുറിച്ച് അറിയണം. സോ അങ്ങനെ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് എപ്പോഴും ഉണ്ടായിരിക്കണം എംപ്ലോയീസിൻ്റെ ഇടയിൽ. പിന്നെ മെയിൻറ്റെയിനിങ് വർക്ക് ലൈഫ് ബാലൻസ്, അത് നമുക്ക് അറിയാം. R&D വർക്കിൻ്റെ ഒരു നേച്ചർ എന്ന് വെച്ചാൽ അൺപ്രഡിക്റ്റബിൾ വർക്കാണ്. എപ്പോൾ എങ്ങനെ എന്ത് രീതി എപ്പോഴാണ് വർക്ക് കൂടുക വർക്ക് കുറയാൻ നമുക്ക് അറിയാൻ പറ്റില്ല. സോ വർക്ക് ലൈഫ് ബാലൻസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം അല്ലെങ്കിൽ സ്ട്രെസ് കൂടും, ഭയങ്കര ബേൺ ഔട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നുള്ളതാണ് ടെക്നോളജി അസസ്മെൻറ്റ്. ടെക്നോളജി അസസ്മെൻറ്റ് ഇസ് സിസ്റ്റമാറ്റിക് ആൻഡ് കോംപ്രഹെൻസീവ് evaluation of new and emerging technology to assess their potential impact and benefit and risk. ടെക്നോളജി അസസ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താ, ഒരു സിസ്റ്റമാറ്റിക്കും കോംപ്രഹെൻസീവ് ആയിട്ടുള്ളൊരു ഒരു എവാലുവേഷൻ നടത്തുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ എന്തെങ്കിലും ടെക്നോളജി എമർജ് ആണെങ്കിൽ ഈ ഒരു സംഭവം ഈ ഒരു എമർജ് ചെയ്ത് വരുന്ന ടെക്നോളജിക്ക് എന്തൊക്കെ പൊട്ടൻഷ്യൽ ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തായിരിക്കും, ഇതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്ന് അങ്ങനെ കാര്യങ്ങൾ അസസ് ചെയ്യണ ഒരു രീതിയാണ് ടെക്നോളജിക്കൽ അസസ്മെൻറ്റ്. അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ്സും പ്രോസസ്സും ഡാറ്റ ഇൻഫോർമേഷൻസ്, സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെൻറ്റ്, ഫൈനൽ റിപ്പോർട്ട് ഓഫ് റെക്കമെൻഡേഷൻ. സോ ഒബ്ജക്റ്റീവ്സ് ഇറ്റ് ഈസ് ടു പ്രൊവൈഡ് ഇൻഫോർമേഷൻ അബൌട്ട് ദ പൊട്ടൻഷ്യൽ ബെനിഫിറ്റ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ടെക്നോളജി അസസ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എന്താണ്, ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഇപ്പോൾ എന്തെങ്കിലും സംഭവം എമർജ് ചെയ്ത് വരുമ്പോൾ അതിനെക്കുറിച്ചുള്ള ബെനിഫിറ്റ് റിസ്ക് ഒക്കെ അതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻ കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ അത് ഒരു പുതിയ ടെക്നോളജിയുടെ ഇമ്പാക്റ്റ് എത്ര വരും, എന്നിട്ട് അത് നമ്മൾ ആ ഒരു ഇൻഫോർമേഷൻ കൊടുക്കുമ്പോൾ നമ്മളായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു മാനേജേഴ്സിന് അതിനെക്കുറിച്ച് ഡിസിഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുമോ, അത് പറ്റില്ലേ, നമ്മുടെ ഓർഗനൈസേഷൻ നല്ലതായിരിക്കുമോ,
അങ്ങനെ ഒരു ചിന്തിക്കാൻ പറ്റും. സോ അടുത്തത് പ്രോസസ്. ഇറ്റ് ഓൺവേഴ്സ് സെവറൽ സ്റ്റെപ്സ് ഇൻക്ലൂഡിംഗ് ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് ന്യൂ ആൻഡ് എമർജിംഗ് ടെക്നോളജീസ്. പിന്നുള്ളതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പുകളിൽ പിന്നെ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുക, എന്തൊക്കെയാണ് എമർജിംഗ് ടെക്നോളജീസ്, ഐഡന്റിഫൈ ചെയ്യുന്ന പല പല സ്റ്റെപ്പുകൾ, അതിനെ കുറിച്ച് ഡാറ്റ ഇൻഫോർമേഷൻ ഒക്കെ കണ്ടെടുക്കുന്നത്, പിന്നെ അത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള എൻഗേജ്മെന്റ് എങ്ങനെ പോകും, അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സുകൾ ഫൈനലൈസ് ചെയ്യേണ്ടതാണ് രണ്ടാമത്തെ കേസിൽ വരുന്നത്. അടുത്തത് ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ. ടെക്നോളജി അസസ്മെന്റ് ഇൻവോൾവ്സ് കളക്ഷൻ ഓഫ് അനാലിസിസ് ഡാറ്റ. നമ്മൾ പറഞ്ഞു ഡാറ്റ ഒക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ട് അതിനെക്കുറിച്ചിട്ടുള്ള സ്റ്റഡി ഒക്കെ നടത്തി ഇൻഫോർമേഷൻ ഒക്കെ ഗ്യാദർ ചെയ്യുന്ന ഒരു പരിപാടി. വൈഡ് റേഞ്ച് ഓഫ് സോഴ്സ് ഇൻക്ലൂഡ് സയന്റിഫിക് സ്റ്റഡീസും ഗവൺമെന്റ് റിപ്പോർട്ടിനെ അനുസരിച്ച് നമ്മൾ നോക്കി, പിന്നെ പണ്ടത്തെ ഇൻഡസ്ട്രിയൽ ഡാറ്റകൾ, പിന്നെ പബ്ലിക് ഒപ്പീനിയൻ ഒക്കെ എടുത്തു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ അടുത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എൻഗേജ്മെന്റ്. അതിൽ എൻഗേജ്മെന്റ് ഓഫ് എ വൈഡ് റേഞ്ച് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻക്ലൂഡിംഗ് ഗവൺമെന്റ് ഏജൻസി, ഇൻഡസ്ട്രി, അക്കാഡമി, ജനറൽ പബ്ലിക്, ആരൊക്കെയാണ് അതിനെക്കുറിച്ച് ഇൻവോൾവ് ആണ്, ആ ഒരു ടെക്നോളജി എമർജ് ചെയ്ത് വരുന്ന ടെക്നോളജിയിൽ പങ്കെടുക്കേണ്ടി വരിക, അവരൊക്കെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നതാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എൻഗേജ്മെന്റ്. പിന്നെയുള്ളത് ഫൈനൽ റിപ്പോർട്ട് ആൻഡ് റെക്കമെൻഡേഷൻ. ടെക്നോളജി അസസ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് ലാസ്റ്റിൻ്റെ അവസാനം എന്താണെന്ന് വെച്ചാൽ ഒരു ഫൈനൽ റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതിൽ നമ്മൾ സമ്മറൈസ് ചെയ്യണം നമ്മുടെ എന്തൊക്കെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്, ഈ ടെക്നോളജിക്ക് ഫ്യൂച്ചർ ഉണ്ടോ, അല്ലെങ്കിൽ ഈ ടെക്നോളജി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇമ്പാക്ട് ചെയ്യുക, എന്തൊക്കെയാണ് റെക്കമെൻഡേഷൻസ്, എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്. അപ്പോൾ ഇത് നമ്മൾ ആ ഡിസിഷൻ എടുക്കാനുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഡിസിഷൻ മാനേജർ ഇപ്പോൾ എന്തെങ്കിലും ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ അവർക്ക് ഇത് വളരെ ഉപകാരപ്പെടും. ആ ഒരു സംഭവമാണ് ഫൈനൽ റിപ്പോർട്ട് ആൻഡ് റെക്കമെൻഡേഷൻ. ടെക്നോളജി അസസ്മെന്റ് കൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഫുൾ ആയിട്ടുള്ള നമ്മൾ ചെയ്ത് നോക്കിയിട്ടുള്ള കാര്യം മാനേജറിന് കൊണ്ടു കൊടുക്കും ലാസ്റ്റ്. അതാണ് സംഭവം. അടുത്താണ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഒരു പക്ഷേ പാർട്ട് ബിയിൽ ബി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും ചിലപ്പോൾ. Environmental impact assessment is a process of evaluating the potential effect of a proposed project or a development on the impact. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫാക്ടറി സെറ്റപ്പ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അവിടെ ഡെവലപ്മെന്റ് ഓഫ് ദ എൻവയോൺമെന്റ് ഡെവലപ്മെന്റ് എങ്ങനെയാവും, എന്ത് രീതിയിലായിരിക്കും എന്ന് നോക്കുന്നതാണ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്. അപ്പോൾ ഇത് ക്രൂഷ്യൽ ടൂളാണ്. കാരണം യൂസ് ടു ഐഡന്റിഫൈ ആൻഡ് അസസ് ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇമ്പാക്ട് ഓഫ് ദ പ്രൊജക്ട്. ആ ഒരു പ്രൊജക്റ്റ് എൻവയോൺമെന്റും ഉണ്ടാക്കുന്ന ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഇമ്പാക്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ്. കാരണം ഇതെങ്ങനെ നമ്മുടെ നമ്മൾ ശ്വസിക്കുന്ന വായുവിനെയും വെള്ളത്തിനെയും സോയിലിനെയും പിന്നെ ഫ്ലോറ ആൻഡ് ഫോണാനൊക്കെ എങ്ങനെ എഫക്റ്റ് ചെയ്യുമെന്ന് വെച്ചാൽ അവിടുത്തെ ജീവജാലങ്ങൾ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു, ഹ്യൂമൻ ഹെൽത്തിനെ എങ്ങനെ ബാധിക്കുന്നൊക്കെ അറിയണം. CEA പ്രോസസ് ആദ്യം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം പ്രപ്പോസ് പ്രൊജക്റ്റും പിന്നെ EIA കൺസൾട്ടൻറ്റ് നമ്മൾ സെലക്ട് ചെയ്യും. കൺസൾട്ടൻ്റ് ആണ് ഈ പ്രോസസ്സ് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് ടെസ്റ്റ് ചെയ്യാൻ പോണ കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യേണ്ടതാണ്. പിന്നെ EIA റിപ്പോർട്ട്സ് ഇൻക്ലൂഡ് അസസ്മെന്റ് ഓഫ് പ്രൊജക്ട്സ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എഫക്ട്. അപ്പോൾ EIA എന്നിട്ട് കൊടുക്കുന്ന റിപ്പോർട്ടിൽ എന്തായിരിക്കും ആ ഒരു പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് മൂലം ഉണ്ടാവുന്ന ഡയറക്റ്റ് എഫക്റ്റുകളും ഇൻഡയറക്റ്റ് എഫക്റ്റുകളും ലിസ്റ്റ് ഔട്ട് ചെയ്യും. സോ ഡയറക്റ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ കൺസ്ട്രക്ഷൻ വരുമ്പോൾ അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരിക, അല്ലെങ്കിൽ എന്തൊക്കെ പുറത്തേക്ക് പോകും, എമിഷൻസ് എന്തൊക്കെ വരും, അല്ലെങ്കിൽ വാട്ടർ ക്വാളിറ്റിയിൽ എന്തൊക്കെ ചേഞ്ച് വരുമോ, അവിടുത്തെ ഒരു പ്രകൃതി അതിനൊക്കെ ഓരോ പ്രശ്നങ്ങൾ വരാൻ നോക്കുന്നതാണ് ഡയറക്റ്റ് എഫക്റ്റ്. ഇൻഡയറക്റ്റ് എഫക്റ്റിൽ സെക്കൻഡറി ഇമ്പാക്റ്റ് ആണ്. ലാൻഡ് യൂസിൽ പാറ്റേണിൽ ചേഞ്ച് വരിക, ട്രാഫിക് അവിടേക്ക് വരുന്ന ട്രാഫിക് പാറ്റേൺസ് ചേഞ്ച് വരിക, പിന്നെ അവിടെ വരുമ്പോൾ ഇപ്പോൾ ഒരു സംഭവം വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് നമ്മളവിടെ ചെയ്യുകയാണെങ്കിൽ എക്കണോമിക്കലി വരുന്നൊരു ഇമ്പാക്റ്റ്, അതൊക്കെയാണ് ഇൻഡയറക്റ്റ് എഫക്റ്റ്. സോ ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കൽ സ്റ്റെപ്പാണ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ. നമ്മളിപ്പോൾ പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ സോ എത്രമാത്രം ഇമ്പാക്റ്റ് ആണ് എൻവയോൺമെന്റും ഉണ്ടാവണമെന്ന് നമുക്ക് അറിയാൻ പറ്റും. സോ ഈ EIA പ്രോസസ്സിൻ്റെ റിസൾട്ടിലൂടെ ഒരു ഡിസിഷൻ മേക്കേഴ്സിന് നമുക്ക് ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാനും തന്നെ വെദർ ടു അപ്രൂവ് എ പ്രൊജക്റ്റ് അല്ലെങ്കിൽ ആ പ്രൊജക്റ്റ് ചെയ്യണോ ചെയ്യേണ്ടതെന്ന് നോക്കുന്നത് ഒരു EIA കൺസൾട്ടൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ EIA ആണെങ്കിൽ നമ്മൾ ചെയ്തു നോക്കുക. സോ അത്ര തന്നെ. സോ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ മൊഡ്യൂൾ 5 നമ്മൾ തീർത്തുണ്ട്. ദാറ്റ്സ് ഇറ്റ്. ഇനി എന്തെങ്കിലും നമുക്ക് വേറെ കൂടുതൽ ചെയ്യാൻ പറ്റുന്ന നോക്കുകയാണെങ്കിൽ മാക്സിമം ഇത് ഫുള്ള് കവർ ചെയ്താൽ തന്നെ നമുക്ക് അത്യാവശ്യം ആയി. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു എന്താ പറയുക പറ്റുന്ന രീതിയിൽ പറ്റുകയാണെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് അങ്ങനെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് എങ്ങനെയെങ്കിലും സിമ്പിളായി പഠിക്കാൻ അല്ലെങ്കിൽ ഓർമ്മ നിൽക്കാനുള്ള രീതിയിൽ ഉള്ളൊരു സംഭവം ചെയ്യാൻ നോക്കാം. സോ അതപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക അതിന് വേണ്ടിയിട്ട്, ആൻഡ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക.